ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി തരുമോ? എന്നാന്ന്? അമ്മേ എനിക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി തരുമോ? നോക്കട്ടെ, എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് അറിയില്ല, ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി തരാം. ഓക്കെ ഓക്കെ. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരാൾ കുറേ ദിവസമായി എൻ്റെ പുറകെ സൂപ്പ് ഉണ്ടാക്കി തരുമോ, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞ് പുറകെടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ഒത്തു വന്നത് ഇന്നാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇന്ന് ഇല്ലാത്തത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. അത് നമ്മുടെ കയ്യിലില്ല. ബാക്കിയെല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സൂപ്പ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുക്കർ എടുക്കുന്നു, ഒരു പകുതി സവോള, കുറച്ച് ക്യാരറ്റ്, ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ചിക്കനും കൂടി ഇട്ട് നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ച് മാറ്റി നമുക്ക് വെക്കണം. ഞാനിവിടെ ബോൺലെസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ബോണോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബോൺ മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ വേവിക്കാൻ വെച്ചതിനകത്ത് കേട്ടോ. നമ്മളിന്ന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ഓയിൽ, ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഇതിന് ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത്, ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് രണ്ടുമാണുള്ളത്, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബീൻസൊക്കെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും കൂട്ടി വെക്കണം, അല്ലാതെ വെന്ത് പോകേണ്ട ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ബോൺ മാറ്റിയിട്ട് നമ്മൾ ചിക്കനും അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്ത് വെച്ചതിനകത്തോട്ട് ചിക്കൻ സൂപ്പ്, അതായത് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, അതായത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത്, അതിനകത്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് ചേർത്തൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിനകത്തോട്ട് കുറച്ച് സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ചേർക്കുമ്പോൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവർ നമ്മൾ കലക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും പറയേണ്ട. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇത് കഴിച്ച ആക്കടെ റെസ്പോൺസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സാധനം ടേസ്റ്റ് ഉണ്ടോ?